എങ്കിലും മനസ്സിൻ്റെ മറുഭാഗത്ത് എന്തോ ഒരു സന്തോഷം. ക്ലാസ് നിർത്താൻ പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഒരു നേരിയ വേദന തോന്നിയിരുന്നു. അത് മാറിയതുപോലെ. എന്തിനാണിങ്ങനെ സന്തോഷിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് എത്രയാണെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. സാറ് പഠിപ്പിക്കുന്നത് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകും. പഠിക്കാത്ത ആൾക്കാരും ഇരുന്ന് പഠിച്ചു പോകുന്ന രീതിയിലാണ് സാറിൻ്റെ പഠനം. ക്ഷമയാണ് ഏറ്റവും വലിയൊരു ഉദാഹരണമായി പറയാനുള്ളത്. നമ്മൾ എത്ര പഠിക്കാതെ നമുക്ക് മനസ്സിലാവാതെ ഇരുന്നാലും സാറ് വീണ്ടും വീണ്ടും കഷ്ടപ്പെട്ട് പാഠഭാഗം പറഞ്ഞു മനസ്സിലാക്കി പഠിപ്പിക്കും. നന്നായി മനസ്സിലായി എന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയുള്ളൂ. അതായിരുന്നു സാറിൻ്റെ ഏറ്റവും മികച്ച ഒരു നല്ല സ്വഭാവമായി തനിക്ക് തോന്നിയിരുന്നത്. തനിക്ക് പഠിക്കുന്നതിൽ ഏറ്റവും പാടുള്ള വിഷയം മാത്തമാറ്റിക്സ് ആയിരുന്നു. അതിൻ്റെ നൂലാമാലകളെപ്പറ്റി വ്യക്തമായി പറഞ്ഞു തന്നപ്പോൾ ആ കാര്യത്തിൽ ചെറിയൊരു ഗ്രാഹ്യം വന്നതുപോലെ തോന്നി. പിന്നീട് ക്ലാസ്സിൽ കൂടി നന്നായി ശ്രദ്ധിച്ചതോടെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ ബാക്ക് ബെഞ്ചറായ ഞാൻ പോലും അറിയാതെ ഒരു പഠിപ്പിയാകാൻ പോവുകയാണെന്ന സത്യം ഞാൻ വളരെ അത്ഭുതത്തോടെ മനസ്സിലാക്കുകയായിരുന്നു. ആദ്യത്തെ ക്ലാസ് ടെസ്റ്റിൽ തന്നെ അത് പ്രതിഫലിക്കുകയും ചെയ്തു. എൻ്റെ മാർക്ക് കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടിയിരുന്നു. സാറിൻ്റെ മുഖത്ത് വലിയ സന്തോഷമായിരുന്നു. എല്ലാവരുടെയും മുൻപിൽ വച്ച് സാർ എഴുന്നേറ്റ് നിർത്തി എന്നെ അഭിനന്ദിച്ചു. അങ്ങനെ തന്നെ പറഞ്ഞു. ഒപ്പം ഒരു വില കൂടിയ സാറിൻ്റെ പേനയും നൽകി ഗിഫ്റ്റായി. പിടക്കോഴികളുടെ ചങ്ക് തകർന്ന നിമിഷം. പ്രൗഡ് ഓഫ് യു ആർദ്ര. എല്ലാവരുടെയും കേൾക്കെ ആദ്യമായി എനിക്ക് ലഭിച്ച ബഹുമതി. അസൂയയോടെ നോക്കുന്ന കണ്ണുകൾ. ഇവയൊക്കെ പുതിയ അനുഭവമായിരുന്നു. അതോടൊപ്പം എന്നേക്കാൾ തിളക്കം ഉള്ള 2 കണ്ണുകൾ ഞാൻ കണ്ടു. ധന്യയുടെ. താൻ നല്ല കുട്ടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇങ്ങനെ ഉഴപ്പി നടക്കരുത്. എല്ലാ ദിവസവും അന്നുള്ള ഭാഗങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും വിജയിക്കാൻ സാധിക്കും. പഠിക്കാനുള്ള സാഹചര്യം നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രശ്നങ്ങൾ നിരവധി ഉണ്ടാകും. അതിനെല്ലാം അതിജീവിക്കണം. എന്തെങ്കിലും ഒരു ജീവിത വിജയം വേണമെങ്കിൽ വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. സാറിൻ്റെ വാക്കുകൾ ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നു. വീണ്ടും പഠിക്കുന്ന സമയങ്ങളിൽ ഇടയ്ക്കിടെ സാർ പറഞ്ഞു തരും. തൻ്റെ വീട്ടിൽ തൻ്റെ പ്രശ്നം എന്തൊക്കെയാണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. ഈ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും തനിക്ക് രക്ഷപ്പെടണമെങ്കിൽ, എന്നെങ്കിലും തനിക്ക് ഒരു രക്ഷപ്പെടൽ ഉണ്ടാവുകയാണെങ്കിൽ അത് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. തനിക്ക് മനസ്സിലായി കാണുമല്ലോ ഇപ്പോൾ തന്നെ. തീർച്ചയായും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു തീപ്പൊരി സൃഷ്ടിക്കുവാൻ സാറിൻ്റെ വാക്കുകൾക്ക് കഴിയുന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സിനെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ കടവിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഓരോ വാക്കുകൾ പറഞ്ഞ് വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിലുള്ള കനലിനെ ഊതി കത്തിക്കുവാനായിരുന്നു സാർ ശ്രമിച്ചിരുന്നത്. ആർദ്ര, ഒരു വർഷത്തിൽ 365 ദിവസങ്ങളുണ്ട്. അതിലൊരു ദിവസം അത് നമ്മുടേതാണ്, നമ്മുടേത് മാത്രമാണ്. ആ ഒരു ദിവസം നമ്മൾ കണ്ടുപിടിക്കുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. എല്ലാ കാലവും നമ്മൾ പരാജയപ്പെട്ട് ജീവിക്കില്ല. ഒരിക്കൽ വിജയത്തിൻ്റെ വാതിൽ നമുക്ക് മുൻപിൽ തുറക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ ഓരോ വാക്കുകളാൽ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ മനുഷ്യനോടുള്ള ബഹുമാനവും ദിനം പ്രതി വർദ്ധിച്ചു വന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം അസംബ്ലി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തല കറങ്ങി വീഴുന്നത്. ബിന്ദു മിസ്സും എല്ലാവരും കൂടി എന്നെ സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുവന്ന് കിടത്തിയിരുന്നു. അതിനുശേഷം അല്പം വെള്ളവും നൽകി. അപ്പോൾ സാറ് വന്നിട്ടില്ലായിരുന്നു. അന്ന് സാർ താമസിച്ചാണ് വന്നത്. അന്ന് ധന്യ കുറച്ച് ലേറ്റായി വരുമെന്ന് പറഞ്ഞു. അതിനാൽ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥ. സാറ് വരുമ്പോൾ ഞാനവിടെ ഡെസ്കിൽ കിടക്കുകയാണ്. പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ ഒന്ന് ഭയന്നു. പെട്ടെന്ന് അരികിൽ വന്ന് ചോദിച്ചു, ആർദ്ര, എന്തു പറ്റി മോളെ? പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ആരോ ഒരാൾ അരികിൽ വന്നതുപോലെ തോന്നി. അല്ലെങ്കിൽ ഞാൻ ഏറെ കാണാൻ ആഗ്രഹിച്ച ആരോ ആണ്.
എൻ്റെ സ്വന്തമായുള്ള ഒരാൾ അരികിൽ വന്നതുപോലെ. പെട്ടെന്നൊരു സുരക്ഷിതത്വം എനിക്ക് അനുഭവപ്പെട്ടു. ഒരൊറ്റപ്പെടൽ മാറിയതുപോലെ. എനിക്ക് ആരൊക്കെയോ ഉള്ളതുപോലെ. പ്രതീക്ഷയോടെ ഞാൻ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് എന്തു പറ്റിയെന്ന് അറിയാതെയുള്ള ഒരാവലാതി ആ മുഖത്ത് പ്രകടമാണെന്ന് കണ്ടപ്പോൾ ഒരു സന്തോഷം എൻ്റെ മനസ്സിൽ ഉടലെടുത്തിരുന്നു. ഞാനൊന്ന് തലകറങ്ങി വീണതാണ്. എന്തുപറ്റി? ഹോസ്പിറ്റലിൽ പോണോ? സാറിൻ്റെ കൈകളിൽ ഒക്കെ പിടിച്ച് നോക്കി ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല സർ. ഞാൻ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തല ഇറങ്ങി വീണതാണ്. എന്താണ് ഭക്ഷണം കഴിക്കാഞ്ഞത്? സാറിൻ്റെ സംശയങ്ങൾ തീരുന്നില്ല. തലേദിവസം വഴക്കുണ്ടാക്കി കിടന്നതുകൊണ്ട് ഇന്നലെ വൈകിട്ട് ഭക്ഷണം കഴിച്ചിരുന്നില്ല. അതിൻ്റെ ദേഷ്യത്തിന് രാവിലെ ആകെ ഒരു ദോശ മാത്രം വെച്ച് ഷൈനി ആൻറ്റി പ്രതികാരം ചെയ്തു. അത് അഞ്ജുവിന് കൊടുത്തു. അവൾ കുട്ടിയല്ലേ എന്നോർത്തു. ഇതൊക്കെ സാറിനോട് പറയാൻ ഒരു മടി പോലെ. കുറച്ചൊക്കെ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇത് പറയുവാൻ എന്തോ മടി പോലെ. തൻ്റെ മുഖത്ത് നിന്ന് കാര്യം മനസ്സിലായെന്ന് തോന്നി സാറിന്. ആർദ്ര വരൂ. സാറ് വിളിച്ചപ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയില്ല. എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ചെറുതായിട്ട് തല ചുറ്റുന്നത് പോലെ. എങ്കിൽ താൻ കിടന്നോളൂ, ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞ് പുറത്തേക്ക് പോകുന്നത് കണ്ടു. കുറച്ചു കഴിഞ്ഞാണ് സാർ എത്തിയത്. അപ്പോഴേക്കും മറ്റു ചില ടീച്ചേഴ്സ് കൂടി അസംബ്ലി കഴിഞ്ഞു വന്നു. ആർദ്ര ഇങ്ങി വരൂ. വെളിയിൽ നിന്ന് സാറ് വിളിച്ചപ്പോൾ മനസ്സിലാവാതെ നടന്ന് അരികിൽ തന്നെ ചെന്നിരുന്നു. സാറിൻ്റെ കയ്യിൽ ഒരു കവറും ഉണ്ടായിരുന്നു. കുറച്ചപ്പുറത്തേക്ക് മാറി കുട്ടികളൊന്നുമില്ലാത്തൊരു ക്ലാസ്സിലേക്ക് കയറി സാർ. ഞാനും അവിടേക്ക് കയറി. ശേഷം കയ്യിലെ കവറ് ഒരു ഡെസ്കിന് മുകളിലേക്ക് വച്ചതിന് ശേഷം സാറ് പറഞ്ഞു, കഴിക്കൂ, ആഹാരമാണ്. അതിനുശേഷം ഞാൻ വരാം. എന്നിട്ടും മാറിയില്ലെങ്കിൽ കുറച്ചുകൂടി കിടന്ന് വന്നാൽ മതി. ഈ അവർ എനിക്ക് ക്ലാസ് ഉണ്ട്. ഇവിടെ ടീച്ചേഴ്സ് ഭക്ഷണം കഴിക്കുന്നതാണ്. ആരും ഇങ്ങോട്ട് വരില്ല. മറുത്ത് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ സാറ് കവർ വെച്ചിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞിരുന്നു. ഒരു നിമിഷം എന്തോ ഒരു വല്ലായ്മ തോന്നി. ചിലപ്പോൾ ഒരു 16 വയസ്സുകാരിയുടെ അഭിമാനമായിരിക്കാം. എങ്കിലും ആ കവർ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. അത്രമേൽ തന്നെ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കില്ലേ വാങ്ങിയത്. തുറന്നപ്പോൾ തന്നെ നല്ലൊരു ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറി. ചൂട് പൊറോട്ടയും മുട്ടക്കറിയും ആയിരുന്നു കൊണ്ടുവന്നിരുന്നത്. ഹോട്ടലിൽ നിന്നാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. സ്കൂളിന് തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട്. അതിലേ പോകുമ്പോൾ ഈ ഗന്ധം നാസികയിലേക്ക് കയറിയിട്ടുണ്ട്. വാങ്ങിത്തരാൻ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ അത് മനസ്സിൽ തന്നെ വെക്കുകയായിരുന്നു പതിവ്. പെട്ടെന്ന് അഞ്ജുവിൻ്റെ മുഖം ഓർമ്മ വന്നു. അവൾ രാവിലെ ഒരു ദോശയാണ് കഴിച്ചത്. പാവം, ഇപ്പോൾ വിശക്കുന്നുണ്ടാവും. പെട്ടെന്നാണ് സാറിനൊപ്പം അഞ്ജു അവിടേക്ക് വന്നത്. മോൾ ചേച്ചിക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. ടീച്ചറോട് ലേറ്റ് ആകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവളോട് അതും പറഞ്ഞ് അവളെ കൂടി എൻ്റെ അരികിലാക്കി സാറ് നേരെ ക്ലാസ്സിലേക്ക് പോയപ്പോൾ ആ മനുഷ്യനോട് വീണ്ടും ബഹുമാനം തോന്നിപ്പോയി. അഞ്ജുവിനും പൊറോട്ട കണ്ടപ്പോൾ സന്തോഷമായിരുന്നു. അവൾക്കരികിലേക്ക് ഭക്ഷണം നീക്കി വെച്ചു. രുചിയോടെ അവൾ കഴിച്ചപ്പോൾ ഏറെ സമാധാനത്തോടെ താനും കഴിച്ചു. കുറച്ച് ആഹാരം ചെന്നപ്പോൾ തലകറക്കത്തിന് അല്പം ശമനം വന്നതുപോലെ തോന്നി. അതുകൊണ്ട് ഭക്ഷണം കഴിഞ്ഞ് അഞ്ജുവിനെ ക്ലാസ്സിൽ കൊണ്ടുവിട്ടു. തിരികെ ക്ലാസ്സിലേക്ക് പോയപ്പോൾ കൊമേഴ്സ് ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്ന സാറിൻ്റെ ശബ്ദം കേൾക്കാമായിരുന്നു. ഏതോ കവിതയാണ് വായിക്കുന്നത്. സാർ വായിക്കുന്നത് കേൾക്കാൻ വളരെ രസമാണ്. ഈണത്തിലാണ് വായന. കവിതയുടെ വാക്കുകളൊക്കെ നല്ല ഫീലോടെയാണ് പറയുന്നത്. കേൾക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. വളരെ രസകരമായ രീതിയിൽ അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. കുറച്ച് സമയം ആ രാഗവിസ്താരം കേട്ട് അങ്ങനെ നിന്നുപോയി. അത് കഴിഞ്ഞ് ഒരല്പം ആശ്വാസം തോന്നിയപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോയി. ഇപ്പം അത്യാവശ്യം മാർക്ക് വന്നതോടെ ഞാൻ മിഡിൽ ബെഞ്ചിലാണ് ഇരിക്കുന്നത്. ഞാൻ ചെന്നപ്പോൾ ധന്യ എത്തി. അവൾ ഞാൻ എവിടെ പോയി എന്ന് തിരക്കിയിരുന്നു. അവളാണ് എനിക്കെന്നും നല്ല ഭക്ഷണം ഉച്ചയ്ക്ക് കൊണ്ടുതരുന്നത്. ഇന്ന് അവളുടെ വീട്ടിൽ ആരോ അതിഥികൾ വന്നതുകൊണ്ട് അവൾ വരാൻ അല്പം താമസിച്ചു പോയി. അതുകൊണ്ട് കുറച്ചു മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ അരങ്ങേറിയത് എല്ലാം അവളോട്
ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞപ്പോൾ അവൾക്ക് വലിയ സമാധാനം തോന്നിയിരുന്നു. തുടരും.